താലന്തെല്ലാം താപസവീതിയിൽ കളിരിട്ടു. നിധീരിക്കുന്ന വയലിനായി സ്വയമൊരു ബലിയായി തീർന്നവനേ, നാഥൻ നൽകിയ താലന്തെല്ലാം താപസവീതിയിൽ കളിരിട്ടു. നിധീരിക്കുന്ന വയലിനായി സ്വയമൊരു ബലിയായി തീർന്നവനേ, ആർഷഭാരത ഭൂമി ദൈവത്തിൻ കനവായവനെ, പുണ്യാത്മാവാമീവാനിയോ. ആർഷഭാരത ഭൂമി ദൈവത്തിൻ കനവായവനെ, പുണ്യാത്മാവാമീവാനിയോ. പുണ്യാത്മാവാമീവാനിയോ. പ്രപഞ്ചമുണരും പ്രമോദനാളിൽ പാരിൻ മക്കൾ പാടുന്നു. പാവനതാതനാം ഇവാനിയോസിൻ ഓർമ്മയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. പാവനതാതനാം ഇവാനിയോസിൻ ഓർമ്മയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒമാനിലെ മലങ്കര യുവജന പ്രസ്ഥാനം MCYM മനോഹരമായൊരു യജ്ഞത്തിന് തുടക്കം കുറിക്കുന്നുവെന്ന് കേൾക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ 73ാമത് ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മാർ ഇവാനിയോസ് പിതാവിൻ്റെ ദർശനങ്ങളെ ഒരു ഡോക്യുമെൻ്ററിയായി പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ യജ്ഞം വളരെ പ്രശംസാവഹമാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് മാർ ഇവാനിയോസ് പിതാവിൻ്റെ വിഷൻസ്, ദർശനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങളെടുക്കുന്ന ഈ സംരംഭം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഇക്കാര്യത്തിൽ അനുമോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട വർഗീസ് വാലിക്കോടച്ചൻ്റെ നേതൃത്വത്തിൽ ഒമാനിലെ പ്രിയപ്പെട്ട യുവജനങ്ങൾ നേതൃത്വം നൽകി ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല, പ്രവാസികൾക്ക് മുഴുവനും, അതുപോലെ തന്നെ മലങ്കര സഭയ്ക്കും പുറത്തും ഇത് വലിയൊരു മുതൽക്കൂട്ടായി തീരുമെന്നതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ യജ്ഞത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അനേകരിലേക്ക് മാർ ഇവാനിയോസ് പിതാവിൻ്റെ ദർശനങ്ങൾ ഇറങ്ങിച്ചെല്ലുവാൻ നിങ്ങളുടെ ഈ ഡോക്യുമെൻ്ററി വഴിയായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് ഓൾ. ഭാരത് ന്യൂമാൻ എന്ന അപരനാമത്തിൽ പ്രഖ്യാതനായ ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി മാവേലിക്കരയിൽ പുരാതനവും പ്രസിദ്ധവുമായ പണിക്കര് വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായി 1882 സെപ്റ്റംബർ 21 ഭൂജാതനായി. ബാല്യകാലം മുതൽ തന്നെ പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും അതിയായ താൽപ്പര്യം കാണിച്ച ആ ബാലൻ പഠന വിഷയങ്ങളിൽ സമൃദ്ധനും അധ്യാപകരുടെ കണ്ണിലുണ്ണിയുമായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം സെമിനാരിയിൽ ചേർന്ന് 1900 ജനുവരി 9 പുലിക്കാട്ടിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്തായിൽ നിന്നും ഷമ്മാശം പട്ടം സ്വീകരിച്ചു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും സുസ്ഥ്യർഹമായ വിധത്തിൽ MA ബിരുദം കരസ്ഥമാക്കി. സുറിയാനി വൈദികരിൽ
ആദ്യമായി MA ബിരുദം കരസ്ഥമാക്കിയെന്ന ബഹുമതി അദ്ദേഹം നേടി. MDS ഹൈസ്കൂൾ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുമ്പോൾ 1908 ഓഗസ്റ്റ് 15 വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. മാർ ഇവാനിയോസ് തിരുമേനിയുടെ തുടർന്നുള്ള ജീവിതം അവിസ്മരണീയവും സംഭവബഹുലവുമായിരുന്നു. ആർഷഭാരത സംസ്കാരത്തിന് അനുയോജ്യമായ വേഷവിധാനങ്ങളോടും ജീവിതചര്യകളോടും കൂടിയ ഒരു സന്യാസ സമൂഹം, അതിലൂടെ ഭാരത സുവിശേഷവൽക്കരണം പ്രാവർത്തികമാക്കാനുള്ള ചിന്തയിൽ നിന്നും ഉടലെടുത്തതാണ് 1919 റാന്നി പെരുനാട്ടിൽ സ്ഥാപിതമായ ബഥനി സന്യാസ സമൂഹം. ആശ്രമ അധ്യക്ഷനെന്ന നിലയിൽ ബഥനിയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്ന കാലത്ത് 1925 ജനുവരി 28 അദ്ദേഹത്തിന് റംബാൻ സ്ഥാനവും അതേ തുടർന്ന് 1925 മെയ് 1 മാർ ഇവാനിയോസ് എന്ന നാമത്തിൽ മെത്രാനായി വാഴിക്കുകയും 1929 ഫെബ്രുവരി 13 മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെടുകയും ചെയ്തു. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവിനെന്ന കർത്തൃവചനം പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം സ്വസമൂഹത്തിൻ്റെ സർവോന്മുഖമായ വളർച്ച എന്നുള്ളതായിരുന്നു ഈ താപസൻ്റെ ലക്ഷ്യം. എന്നാൽ തൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള ഏകമാർഗം കത്തോലിക്ക സഭയുമായുള്ള പുനരൈക്യം മാത്രമേ ഉള്ളൂ എന്ന് തൻ്റെ അനസൂയമായ പഠനങ്ങളിൽ നിന്നും ആ സത്യാന്വേഷിക്ക് ബോധ്യമായി. ഈ ബോധ്യമായ സത്യം പ്രാവർത്തികമാക്കുവാൻ കാലതാമസം വരുത്തിയില്ല. അതിന് തൻ്റെ സർവസ്വവുമായ ബഥനി മലയോട് 1930 ഓഗസ്റ്റ് 20 യാത്ര പറഞ്ഞ് ആ തീർത്ഥയാത്ര ആരംഭിച്ചു. മോശയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനതയുടെ പ്രയാണത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു താപസശ്രേഷ്ഠനായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള ബഥനി സന്യാസ സമൂഹത്തിൻ്റെ പുനരൈക്യപ്രയാണം. 1930 ഓഗസ്റ്റ് 20 ആ തീർത്ഥയാത്ര 1930 സെപ്റ്റംബർ 20 പുനരൈക്യമെന്ന ചിരകാല അഭിലാഷം സാക്ഷാത്കരിച്ചുകൊണ്ട് അവസാനിച്ചു. 1932 റോമിലെ മാർപ്പാപ്പയെ സന്ദർശിച്ചു മടങ്ങിയെത്തിയ ആ കർമ്മയോഗി മലങ്കര ഹൈറാർക്കിയുടെ ആർച്ച് ബിഷപ്പായി പ്രവർത്തനം ആരംഭിച്ചു. 23 വർഷത്തെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെയും ദൈവാശ്രയത്തിൻ്റെയും ഫലമായി മലങ്കര സഭ എന്ന നൗകയെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും തുറമുഖത്തെത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ മലങ്കരയുടെ മഹാസൂര്യൻ 1953 ജൂലൈ 15 തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ആത്മീയ ദർശനം യേശുക്രിസ്തുവുമായുള്ള ആഴമേറിയതും വ്യക്തിപരവുമായ ബന്ധത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. പ്രാർത്ഥന, വിശുദ്ധി, ധ്യാനം, സജീവ സേവനം എന്നിവ സംയോജിപ്പിച്ച ഒരു ആത്മീയത അദ്ദേഹം വിഭാവനം ചെയ്തു. അതുവഴി വിശ്വാസികളെ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളാക്കി മാറ്റി. യഥാർത്ഥ ആത്മീയ നവീകരണം ദൈവവുമായുള്ള ഒരു കണ്ടുമുട്ടലിലൂടെ ആരംഭിക്കുന്നു എന്നും പ്രാർത്ഥന, ദൈവവചനത്തെക്കുറിച്ചുള്ള ധ്യാനം, വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം, സമർപ്പണ ജീവിതം എന്നിവയിലൂടെ ഇത് നിലനിർത്തുന്നുവെന്നും മാർ ഇവാനിയോസ് പിതാവ് വിശ്വസിച്ചു.
ആധുനിക ലോകത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിരിക്കുമ്പോൾ തന്നെ മലങ്കര സഭയുടെ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ആത്മീയത വളർത്തിയെടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. എല്ലാ ആത്മീയ വളർച്ചയുടെയും അടിത്തറ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതമാണെന്നും വിശ്വാസം, വിനയം, അനുസരണം എന്നിവയിലൂടെ മാത്രമേ ജീവിത വിശുദ്ധി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും വിശുദ്ധ കുർബാനയോടും സഭയുടെ കൂദാശാ ജീവിതത്തോടുമുള്ള ആഴമായ സ്നേഹം അതിന് നമ്മളെ പ്രാപ്തരാക്കുമെന്നും പിതാവിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. പ്രാർത്ഥനയും സേവനവും പരസ്പരം കൈകോർത്തു പോകണമെന്നും ഓരോ ക്രിസ്ത്യാനിയും സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മീയ ദർശനം വിശ്വാസികളെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാനും വിശുദ്ധിയിൽ വളരാനും സഭയിലും ലോകത്തിലും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഉപകരണങ്ങളായി മാറാനും നമ്മെ പ്രചോദിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ആധ്യാത്മിക ദർശനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മാർ ഇവാനിയോസ് തിരുമേനി തന്നെ നമുക്ക് പറഞ്ഞു തന്ന ഒരു മഹത് വചനം, ദൈവസേവനം ഉത്തമം, ദൈവസമ്പാദനം അത്യുത്തമം. ഇതിൽ തന്നെ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ആധ്യാത്മിക ദർശനം അടങ്ങിയിരിക്കുന്നു. ഈ ഒരു വാക്യം ഉളവാകാനുള്ള പശ്ചാത്തലം ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. 1912 കാലഘട്ടത്തിൽ ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും കലുഷിതമായ അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ അധികാരത്തിനു വേണ്ടിയും സ്വത്തിനു വേണ്ടിയും ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുകയും പഴിചാരലും ഒറ്റിക്കൊടുക്കലും വിഭജനവും ഒക്കെ നടക്കുന്ന ഈ സമയത്ത് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി, അന്ന് ഫാദർ പി.ടി. ഗീവർഗീസ്, ഒരുപാട് വേദനിച്ചിരുന്നു. സുവിശേഷത്തിൽ നിന്ന്, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എത്രമാത്രം നാം അകന്നിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു വേദന അദ്ദേഹത്തെ അലട്ടിയിരുന്നു. 1912 കാൽക്കട്ടയിൽ നടക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മിഷണറി കോൺഫറൻസിൽ ദൈവനിയോഗം പ്രകാരം അദ്ദേഹത്തിന് പങ്കെടുക്കാൻ അവസരം ലഭിച്ചപ്പോൾ പട്ടശ്ശേരിയിൽ മാർ ദിവന്നാസിസ് പിതാവിൻ്റെ കൂട്ടാളിയായി അവിടെ വെച്ച് ആംഗ്ലിക്കൻ മിഷണറിമാർ, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെയും വിദേശ മിഷണറിമാരുടെ സുവിശേഷ ചൈതന്യവും സുവിശേഷത്തിന് വേണ്ടി അവരുടെ നാടും വിട്ട് ഈ ഭാരത മണ്ണിൽ സുവിശേഷം അറിയിക്കാൻ അവരെടുക്കുന്ന ത്യാഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് വേദന ഉണ്ടായി. 52 മാർ തോമസ് ശ്ലീഹായിൽ നിന്ന് സുവിശേഷത്തിന്റെ ദീപം സ്വീകരിച്ച നാം ഇന്ന് എത്രയോ അകന്നിരിക്കുന്നു, ഇന്ന് എത്രയോ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തിന്റെ ഈ വെളിച്ചം പലരുമായി പങ്കുവെക്കാതെ ഉള്ളിൽ തന്നെ എത്രമാത്രം ഫിൽഡ്, മാലിന്യം നിറഞ്ഞ ഒരു സമൂഹമായി നാം അധപതിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു മിഷണറി കൺവേർഷന്റെ തുടക്കമാണ്, പ്രേഷിതത്വപരമായ മാനസാന്തരം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മിഷണറി മാൻഡേറ്റ്, ലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാനുള്ള ആ ഒരു ആഹ്വാനത്തിൽ നിന്ന് നാം അകന്നു പോയപ്പോൾ ഉണ്ടായ ഈ ഒരു വീഴ്ചയാണ് ഇതിന്റെ പുറകിൽ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഇനി ഇത് വീണ്ടെടുക്കുവാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ഗൗരവത്തോടെ ചിന്തിക്കുമ്പോഴാണ് സെറാംപൂർ കോളേജിൽ
പ്രൊഫസർ ഉദ്യോഗം അദ്ദേഹത്തെ തേടിയെത്തുന്നത് ഡോക്ടർ ഹാവൽസിന്റെ റിക്വസ്റ്റ് പ്രകാരം. പട്ടശ്ശേരിമാർ ദിവന്യാസിസ് പിതാവിന്റെ അനുഗ്രഹ ആശീസ്സുകളോടുകൂടെ പ്രൊഫസറായി അദ്ദേഹം സെറാംപൂരിൽ ചുമതലയേൽക്കുമ്പോൾ വിദേശ മിഷണറിമാരുമായുള്ള അദ്ദേഹത്തിന്റെ സഹവാസം, രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിയുമായിട്ടുള്ള സന്ദർശനം, കൂടിക്കാഴ്ചയും അദ്ദേഹത്തിന്റെ ഹൊറൈസൺസിനെ വലുതാക്കുകയാണ്. അദ്ദേഹം അവിടെ വെച്ച് തന്നെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലുണ്ടായ ഈ കുറവാണ് എല്ലാ പ്രശ്നങ്ങളുടെ കാരണം, ദൈവഭയം നഷ്ടപ്പെട്ടതാണ് എല്ലാ പ്രശ്നങ്ങളുടെ കാരണം എന്ന് തിരിച്ചറിഞ്ഞ് സുവിശേഷം ജീവിക്കുവാൻ ഒരു തീരുമാനമെടുക്കുന്നു. ഞാനൊരു സുവിശേഷ പ്രഘോഷകനായി മാറണമെങ്കിൽ അതിനു മുമ്പ് ഈ മാറ്റം ആരംഭിക്കേണ്ടത് എന്നിൽ നിന്നാണ്. ഞാൻ തന്നെ സുവിശേഷം ജീവിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവുമായുള്ള സ്നേഹത്തിൽ വളർന്നു വരണം. യേശുക്രിസ്തുവിന്റെ വചനം പാലിക്കണം. യേശുക്രിസ്തുവിനെ അനുകരിക്കണം. യേശുക്രിസ്തുവിനെ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടണം. അങ്ങനെ യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് യേശുക്രിസ്തു തന്നെ എന്നിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകണം. അതാണ് വാസ്തവത്തിൽ ദൈവസമ്പാദനം. ദൈവസമ്പാദനം എന്നാൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക, യേശുക്രിസ്തുവുമായി ഒന്നായി തീരുക. ഗലാത്യർ 2:20 പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതാണ് ദൈവസമ്പാദനത്തിന്റെ പാരമ്യം. ഞാൻ തന്നെ പൂർണ്ണമായി ഇല്ലാതായി ക്രിസ്തു തന്നെ എന്നിൽ ജീവിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. ഈ ലഭിക്കുന്ന ഈ വലിയ തുക അതെനിക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല. പ്രൊഫസർ ഉദ്യോഗത്തിന്റെ ലഭിച്ച ഈ ശമ്പളം കൊണ്ട് തന്റെ തന്നെ സമൂഹത്തിൽപ്പെട്ട, ഓർത്തഡോക്സ് സമൂഹത്തിൽ സഭയിൽപ്പെട്ട യുവജനങ്ങളെയും സ്ത്രീകളെയും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടി അവരെ സെറാംപൂരിലേക്കും കൽക്കട്ടയിലേക്കും, സ്ത്രീകളെയും യുവതികളെയും ബാരിസോളിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ്. അവരുടെ മുഴുവൻ ചെലവും സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട്. അങ്ങനെ സ്വത്തിനോടുള്ള, ധനത്തോടുള്ള എല്ലാ വിധത്തിലുള്ള അറ്റാച്ച്മെന്റ് പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ലാളിത്യത്തിന്റെ ജീവിതം, ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി സകലവും നഷ്ടമാക്കി കരുതുന്ന പൗലോസ് ശ്ലീഹായുടെ ആ മനോഭാവം ഫിലിപ്പിയർ 3:8-9 നാം വായിക്കുന്നത് പോലെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സകലതും ഞാൻ നഷ്ടമായി കരുതുകയാണ്, ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഈ ഒരു ആധ്യാത്മിക ദർശനം അദ്ദേഹം ജീവിക്കുകയാണ്. അതാണ് 9-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി, അവനോട് ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടി. ഇതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം വായിക്കുക. വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയെ കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുകയാണ്. ഇനി യേശു ക്രിസ്തുവാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നൊരു തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. സെറാംപൂരിലെ ഉത്തര ഉന്നതമായ പ്രൊഫസറായി സേവനം ചെയ്യുമ്പോഴും അദ്ദേഹം അവിടെ വെച്ച് തന്നെ ആശ്രമ സമാനമായ ജീവിതം ആരംഭിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുക, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കുക. അതിനുവേണ്ടി ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് 1-ാം സ്ഥാനം യേശുക്രിസ്തുവിന് നൽകുക.
യേശുക്രിസ്തുവിനെ പൂർണ്ണമായി അനുകരിക്കുക, യേശുക്രിസ്തുവുമായി താതാമ്യപ്പെടുക, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തുവിന് തന്നെ തൻ്റെ അസ്തിത്വം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ഒരു ആധ്യാത്മിക ദർശനം. ഇപ്പൊ സെറാംപൂരിൽ നിന്ന് ആരംഭിച്ച ഈ സന്യാസം 1913 മുതൽ 1919 വരെ അവിടെ പ്രൊഫസർ ഉദ്യോഗത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴും അതും ഉപേക്ഷിച്ച് അദ്ദേഹം ഇനി പെരുന്നാട്ടിലുള്ള മുണ്ടൻ മല കയറുകയാണ്. അവിടെ ഈ ആധ്യാത്മികത സ്വയം ജീവിക്കുകയാണ്. ബഥനി ആശ്രമം സ്ഥാപിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ ദൈവസമ്പാദനം ഞാൻ ജീവിക്കേണ്ടത്? യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന, യേശുക്രിസ്തുവിന്റെ സ്വന്തമായി തീരുന്ന ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അതിനുള്ള വഴികൾ അദ്ദേഹം ഈ സന്യാസ ജീവിതത്തിലൂടെ സ്വയം അഭ്യസിക്കുകയാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ജീവിതത്തിലൂടെ. എന്തൊക്കെയാണത്? ഒന്നാമതായി പ്രാർത്ഥന ജീവിതം. യാമപ്രാർത്ഥനകൾ കൃത്യമായി നടത്തുക. ഈ പ്രാർത്ഥനയിലൂടെ യേശുക്രിസ്തുവുമായി ഒന്നായിത്തീരുക. യേശുക്രിസ്തു തന്നെ പിതാവായ ദൈവത്തോടു കൂടെ മണിക്കൂറോളം പ്രാർത്ഥനയിലും സംഭാഷണത്തിലും ചെലവഴിച്ചതുപോലെ ഈ മുണ്ടൻ മലയിൽ ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ, ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ തനിച്ചിരുന്ന് സംസാരിക്കുകയും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ എന്ന് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്നൊരു തീരുമാനം. രണ്ടാമതായി ദൈവവചന വായന. ദൈവത്തിന്റെ വചനം ഞാൻ എങ്ങനെയാ കേൾക്കുക? ദൈവവചനത്തിലൂടെയാണ് കേൾക്കുക. ദൈവവചനത്തെ നിരന്തരമായി വായിക്കുകയും ധ്യാനിക്കുകയും മനനം ചെയ്യുകയും അതിലൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയുന്ന മാർ യോഹന്നാനോസ് പിതാവ്. മൂന്നാമതായി പരിത്യാഗ് പ്രവർത്തികൾ ചെയ്യുന്ന മാർ യോഹന്നാനോസ് തിരുമേനി. കാരണം യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ ഇനി അവന്റെ അഹം ഇല്ലാതായി, ഞാൻ എന്ന ഭാവമില്ലാതായി. ആശ്രമത്തിലുള്ള അനാഥ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുവാൻ മറ്റുള്ള മുമ്പാകെ ഒരു ഭിക്ഷുവെ പോലെ കൈനീട്ടാൻ പോലും മടിക്കാത്ത യോഹന്നാനോസ് പിതാവ്. പരിത്യാഗ് പ്രവർത്തികളിലൂടെ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരു അന്വേഷകൻ. നാലാമതായി ആത്മശോധന നടത്തുക. നിരന്തരമായി ആത്മശോധനയിലൂടെ യേശുക്രിസ്തുവിനോട് ഒന്നാകുന്ന ഈ ഒരു ഉദ്യമത്തിൽ ഞാൻ എത്രമാത്രം വളർന്നിട്ടുണ്ട്, എത്രമാത്രം പിമ്പോട്ട് പോയിരിക്കുന്നു, ഇനി എന്തൊക്കെയാണ് ഞാൻ പരിഹരിക്കേണ്ടത്? ഇത് നിരന്തരമായി ദൈവത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന യോഹന്നാനോസ് പിതാവ്. അഞ്ചാമതായി കൗദാശിക ജീവിതം. വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, ഈ രണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന യോഹന്നാനോസ് പിതാവ്. തന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ മുഴുവൻ ശക്തിയും അദ്ദേഹം സംഭരിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ആറാമതായി ഇനി പരസ്നേഹ പ്രവർത്തികൾ. അങ്ങനെ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം, ഈ സ്നേഹം തന്നിലേക്ക് തന്നെ പിടിച്ചു വെക്കാതെ ഈ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു യോഹന്നാനോസ് പിതാവ്. ഈ മാർഗങ്ങളിലൂടെയാണ് യോഹന്നാനോസ് പിതാവ് ദൈവസമ്പാദനത്തെ തന്റെ ജീവിതത്തിലെ ഒരു മുഖമുദ്രയാക്കി മാറ്റിയ, ആധ്യാത്മിക ദർശനത്തിന്റെ എസെൻസ് ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ച ഈ ദൈവസമ്പാദനം അദ്ദേഹം ജീവിക്കുകയും നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. അദ്ദേഹം തന്നെ പഠിപ്പിച്ചതുപോലെ വേർച്വസ് ഡീഡ്സ് കം ഫ്രോം വേർച്വസ് പീപ്പിൾ. സുകൃതങ്ങൾ ഉണ്ടാകുന്നത് ആരിൽ നിന്നാണ്? പുണ്യമുള്ള വ്യക്തികളിൽ നിന്ന്. അപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ പ്രധാനം? വിശുദ്ധ ജീവിതമാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. അതിൽ നിന്നാണ് ഈ പുണ്യപ്രവർത്തികൾക്ക് രൂപപ്പെടുക. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ദൈവസേവനം ഉത്തമമാണ്, എന്നാൽ ദൈവസമ്പാദനം അത്യുത്തമം. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിൽ നിന്നാണ് ഈ വിശുദ്ധ
പുണ്യപ്രവർത്തികളൊക്കെ ഉണ്ടാകേണ്ടത്, ഈ സേവന പ്രവർത്തികളൊക്കെ ഉണ്ടാകേണ്ടത്. നല്ല വൃക്ഷത്തിൽ നിന്നാണ് നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകേണ്ടത്. ഈ ഒരു ആധ്യാത്മിക ദർശനം ജീവിക്കുവാൻ നമുക്കും ശ്രമിക്കാം. ദൈവസമ്പാദനം എന്നത് ഏറ്റവും പ്രധാനമായി യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വളർന്നു വരിക. രണ്ടാമതായി യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വളർന്നു വരിക. മൂന്നാമതായി യേശുക്രിസ്തുവിന്റെ വചനം അനുസരിക്കുന്ന വ്യക്തിയായി മാറുക. നാലാമതായി യേശുക്രിസ്തുവിനെ എല്ലാ കാര്യത്തിൽ അനുകരിച്ചുകൊണ്ട് ക്രിസ്താനുകരണത്തിലൂടെ യേശുക്രിസ്തുവുമായി ഐക്യപ്പെടുക. ഏറ്റവും അവസാനമായി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ഒരു വ്യക്തി യേശുക്രിസ്തു തന്നെയായി മാറുകയാണ്. ഇനിമേൽ ഞാനല്ല, യേശുക്രിസ്തു തന്നെയാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നത് പോലെ ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ കഴിയണം, എന്നെ കാണുന്നവൻ യേശുക്രിസ്തുവിനെ കാണുന്നു. അതാണ് ദൈവസമ്പാദനം. ഈ ഒരു ദൈവസമ്പാദനം ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. മാർ ഇവാനിയോസ് പിതാവ് നമുക്ക് കാട്ടിത്തന്ന മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ എല്ലാവരും ഒന്നായിരിക്കുവാൻ എന്ന ഈശോയുടെ തിരുവചനത്തിൽ വേരൂന്നിയ ആഴമേറിയ ആത്മീയവും സഭാപരവുമായ സ്വപ്നമായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ പുനരൈക്യ ദർശനം. മലങ്കര പൈതൃകത്തിൻ്റെ ആധികാരിക പാരമ്പര്യങ്ങൾ, ആരാധനക്രമം, ആത്മീയത എന്നിവ സംരക്ഷിക്കുന്നതിനോടൊപ്പം മലങ്കര സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കുമിടയിൽ പൂർണ്ണമായ കൂട്ടായ്മ പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പാരമ്പര്യങ്ങളുടെ വൈവിധ്യം ഒരു സാർവത്രിക സഭയ്ക്കുള്ളിൽ നിലനിൽക്കുമെന്നും അത് അതിൻ്റെ ജീവിതത്തെയും ദൗത്യത്തെയും സമ്പന്നമാക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. വിശ്വാസത്തിലും സാർവത്രിക സഭയിലെ കൂട്ടായ്മയിലുമുള്ള ഐക്യം, പ്രാർത്ഥന, വിശുദ്ധി, ആത്മീയ രൂപീകരണം എന്നിവയിലൂടെ ക്രിസ്തീയ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുനരൈക്യ ദർശനം. ജീവിത വിശുദ്ധി പുരോഹിതന്മാർക്കും സന്യസ്തർക്കും മാത്രമല്ല, എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയുള്ളതായിരുന്നു എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ 73ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മസ്കറ്റിലുള്ള മലങ്കര സഭാ കൂട്ടായ്മ പുണ്യപിതാവിനെക്കുറിച്ചുള്ള പുണ്യപിതാവിൻ്റെ ദർശനങ്ങളും ജീവിത വിശുദ്ധിയും അടിസ്ഥാനമാക്കിയുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു എന്നറിയുന്നതിലുള്ള വലിയ സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ജൂലൈ 15 മാത്രം ഒതുങ്ങി നിന്നതായ പുണ്യപിതാവിൻ്റെ ഓർമ്മ തിരുനാളിൻ്റെ ആചരണവും ആഘോഷവുമെല്ലാം ഇന്ന് കാലചക്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ന് മലങ്കര സുറിയാനി സഭാമക്കളുടെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ പുണ്യപിതാവിൻ്റെ അവദാനങ്ങളെ ഓർത്തുകൊണ്ട് ആത്മീയമായ ഒരുക്കങ്ങൾ നടത്തി ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത് മലങ്കര സഭാമക്കളായ നമ്മൾ ആവേശത്തോടെയും അഭിമാനത്തോടെയുമാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ നാൾക്കുനാൾ വിശ്വാസി സമൂഹം ഇത്ര തീക്ഷ്ണമായി നടത്തുവാൻ കാരണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പുണ്യപിതാവിനെ സഭാമക്കളായ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഈ നാളുകളിൽ പുണ്യപിതാവിൻ്റെ കബറിങ്കിലേക്ക് ഓടി അണയുന്നവരുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള വർധന മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിത വിശുദ്ധിയുടെ പരിമളം കൂടുതൽ പേരിലേക്ക് അനുഭവമായി തീരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭാഗ്യങ്ങളുടെ കലവറയിലേക്ക് ഇടമുറിയാതെ വിശ്വാസി സമൂഹം ഓടി അണയുകയാണ്. മാർ ഇവാനിയോസ് പിതാവിനെ
ദൈവദാസനെന്നും ധന്യനെന്നും വിളിക്കുന്നത് ഈ നാമം സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെട്ട പേരായതുകൊണ്ടാണ്. പേരിൻ്റെയും പെരുമയുടെയും അധികാരത്തിൻ്റെയും ഒക്കെ ശീതളഛായയിൽ മതിമറന്ന് ജീവിക്കുവാൻ അവസരമുണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗിയായി തീരുവാനുള്ള ഉൾവിളി മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ദൈവവിളിയായി സ്വീകരിച്ചു. തുടർന്ന് കാഷായ വസ്ത്രധാരിയായി ഭിഷാം ദേഹിയായി പെരുന്നാട് മുണ്ടൻമലയുടെ വനാന്തരങ്ങളിൽ ഒരുക്കിയ വർണ്ണശാലയിൽ ദൈവീയ സംസർഗത്തിലായിരുന്ന് ദൈവ സമ്പാദനം സ്വന്തമാക്കിയതുകൊണ്ടാണ് പുണ്യപിതാവിന് വിശുദ്ധിയുടെ പടവുകൾ പ്രവേശിക്കുവാൻ ഇടയായത്. ധന്യന്മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ സമർപ്പണ ജീവിതത്തിലൂടെ ആവാഹിച്ചെടുത്ത ജീവിത വിശുദ്ധിയോടും ദൈവസമ്പാദനത്തോടും ചേർന്ന് സ്വർഗം വെളിപ്പെടുത്തി നൽകിയതാണ് പുണ്യപിതാവിന്റെ സാർവത്രിക പുനരൈക്യ ദർശനം. 1912 കാതോലിക്കേറ്റ് സ്ഥാപനത്തോട് മലങ്കര സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് സ്വപ്നം കണ്ടവർക്ക് തീർത്തും നിരാശാജനകമായ നാളുകളാണ് തുടർന്ന് ലഭിക്കുന്നത്. കാതോലിക്കേറ്റ് സ്ഥാപനത്തോടെ സഭയിൽ ഉണ്ടാകുമെന്ന് കരുതിയ നന്മയേക്കാൾ അധികമായി സഭാഗാത്രത്തിന് ലഭിച്ചത് തിക്താനുഭവങ്ങളാണ്. ഈ തിക്താനുഭവങ്ങളാണ് മാർ ഇവാനിയോസ് പിതാവിനെ വീണ്ടും വ്യത്യസ്തമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിച്ചത്. 1913 MD ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സരാംപൂരിലേക്കുള്ള യാത്രയിൽ മാർ ഇവാനിയോസ് പിതാവിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിയും അതിനോട് ചേർന്ന് ഭൗതികമായി ചിന്തിച്ചാൽ മോഹിപ്പിക്കുന്ന ശമ്പളവും അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും വന്നു ചേർന്നപ്പോഴും മലങ്കര സഭയിലെ അനൈക്യവും മുറിവുകളും പിതാവിനെ ഏറെ വേദനിപ്പിച്ചു. പിന്നീട് ഈ മുറിവ് ഉണക്കുവാനുള്ള പ്രതിവിധിയെ പറ്റിയുള്ള ചിന്തകളാണ് പിതാവെ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കണമേ എന്നുള്ള നിത്യപുരോഹിതനായ യേശുവിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് പുണ്യപിതാവ് ചിന്തിച്ചതും ധ്യാനിച്ചതും. ഇപ്രകാരം ദൈവിക വഴികളിൽ നിന്നും മാറിപ്പോയ മലങ്കര സഭയെ വിശുദ്ധീകരിക്കുവാനും ആത്മീയമായി നവീകരിക്കുവാനുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മാർ ഇവാനിയോസ് പിതാവ് സറാംപൂർ വാസകാലത്ത് വെച്ച് തന്നെ സന്യാസ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നതും തുടർന്ന് 1919 ബദനി ആശ്രമം സ്ഥാപിക്കുന്നതും. സ്വയം വിശുദ്ധീകരണത്തിലൂടെ മാത്രമേ മറ്റുള്ളവരെയും സഭയെയും നവീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മുന്നമേ പിതാവ് മനസ്സിലാക്കി. മാർ ഇവാനിയോസ് പിതാവ് തന്റെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ സമാപനത്തിൽ നടത്തപ്പെട്ട അനുമോദന യോഗത്തിൽ ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: നമ്മൾ അന്ത്യോക്യൻ പാത്രിയർക്കീസിനെ പൂർണ്ണമായി തള്ളിപ്പറയുന്ന ഒരു സഭാ സമൂഹമല്ല, മറിച്ച് പാത്രിയർക്കീസിന്റെ ആത്മീയ അധികാരം ഏറ്റുപറയുകയും തുടർന്നുകൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സഭയായി തുടരണം. അന്ത്യോക്യൻ പാത്രിയർക്കീസുമായുള്ള ബന്ധം വിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തോടുള്ള ബന്ധമാണ്. വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയോടുള്ള ബന്ധമാണിത്. ആ ബന്ധത്തിന്റെ പൂർണ്ണത പ്രകടമാകുന്നത് റോമാ സിംഹാസനത്തോടും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ പരിശുദ്ധ മാർപ്പാപ്പായോടുമുള്ള ബന്ധത്തിലൂടെയാണ്. സുവിശേഷ അധിഷ്ഠിതമായി ദൈവശാസ്ത്രപരമായതും സഭാത്മകവുമായ കാഴ്ചപ്പാടാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുമായുള്ള പുനരൈക്യത്തിന് മാർ ഇവാനിയോസ് പിതാവിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ പിൻഗാമിത്വം അവകാശപ്പെടുന്നവർക്ക് വിശുദ്ധ പത്രോസിന്റെ പരമാധികാരവും വിശുദ്ധ പത്രോസിന്റെ പരമാധികാരവും പിൻഗാമിത്വവുമുള്ള റോമാ സിംഹാസനത്തോടും പരിശുദ്ധ മാർപ്പാപ്പായോടുമുള്ള വിധേയത്വവും തള്ളിപ്പറയാൻ ആവില്ല. ഓരോ സഭകൾക്കുമുള്ള സ്വയംഭരണാവകാശത്തെ മാനിക്കുമ്പോഴും വിശ്വാസഗന്ധിയായ പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാനാവുന്നതല്ല. അന്ത്യോക്യൻ ആരാധനാക്രമം അതിന്റെ തനിമയിൽ സൂക്ഷിച്ചുകൊണ്ട് മലങ്കര സഭയുടെ വ്യക്തിത്വം അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിച്ചുകൊണ്ടുമുള്ള പുനരൈക്യമാണ് മാർ ഇവാനിയോസ് പിതാവിലൂടെ സാധ്യതമായത്. സാർവലോക പുനരൈക്യമാണ് മാർ ഇവാനിയോസ് പിതാവ് സ്വപ്നം കണ്ട പുനരൈക്യം. ഇത് സാധ്യതമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾക്ക് ചെവി കൊടുക്കണം. ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ കൂട്ടിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല ഈ സാർവലോക പുനരൈക്യം. മറിച്ച് പരിശുദ്ധാത്മ പ്രചോദനമനുസരിച്ച് സഭാമക്കൾ പ്രത്യുത്തരം നൽകുമ്പോൾ ലഭിക്കുന്ന ദൈവീക ദാനമാണ് ഇത്.
പുനരൈക്യത്തിന്റെ ആദ്യ നാൾ മുതൽ ഇന്നുവരെയും നമ്മുടെ സഭയെ ദൈവം തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓരോ സമയത്തും ഈ സഭയെ നയിക്കുവാനായി തനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ നൽകി അനുഗ്രഹിച്ചു. ഇന്ന് ആഗോള കത്തോലിക്ക സഭയിലെ 24 വ്യക്തിഗത സഭകളിൽ പാത്രിയാർക്കൽ സഭയ്ക്ക് സമാനമായ അധികാര അവകാശങ്ങളുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഉയർത്തപ്പെടുന്നതിനും ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയായി സാക്ഷ്യം നൽകുവാൻ സാധിക്കുന്നതും ദൈവത്തിന്റെ കയ്യൊപ്പ് ഈ സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. ധന്യന്മാർ യുവാനിയോസ് പിതാവിന്റെ സ്വപ്നമായ മലങ്കര സഭകളുടെ പുനരൈക്യം സാധ്യതമാകുന്നതിന് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ധന്യന്മാർ യുവാനിയോസ് പിതാവിന്റെ സ്വർഗീയ മാധ്യസ്ഥവും മലങ്കര സഭാമക്കളുടെ പ്രാർത്ഥനയും സഹായകമാകട്ടെ. മസ്കറ്റിലുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭാമക്കൾക്ക് ബഥനിയുടെ പ്രാർത്ഥനാശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നിയതും അപ്പോസ്തോലിക പൈതൃകത്തോട് വിശ്വസ്തതയും എല്ലാ ക്രിസ്ത്യാനികളുടെയും ഐക്യത്തിന് പ്രതിജ്ഞാബദ്ധവുമായ ഒരു സഭയാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് വിഭാവനം ചെയ്തത്. പ്രാർത്ഥന, വിശുദ്ധി, സഭാ നവീകരണത്തിനായുള്ള തീഷ്ണത എന്നിവയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ദർശനം രൂപപ്പെട്ടത്. മലങ്കര സഭയുടെ സമ്പന്നമായ സുറിയാനി ആരാധനാക്രമം ആത്മീയ സാംസ്കാരിക പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം സാർവത്രിക കത്തോലിക്ക സഭയുമായുള്ള പുനരൈക്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ കാതൽ. യഥാർത്ഥ ഐക്യം നിയമാനുസൃതമായ വൈവിധ്യത്തെ നശിപ്പിക്കരുത്, മറിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലുമുള്ള കൂട്ടായ്മയിലൂടെ സഭയെ സമ്പന്നമാക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജീവിത വിശുദ്ധി, സമർപ്പണ ജീവിതം, സാമൂഹിക സേവനം എന്നിവയിലൂടെ സുവിശേഷത്തിന് സാക്ഷിയാകുന്ന ഒരു സഭയെയും ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് വിഭാവനം ചെയ്തു. ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള മാർഗമായി പ്രാർത്ഥന, ആത്മീയത, വിദ്യാഭ്യാസം, സാമൂഹിക പ്രതിബദ്ധത എന്നിവയുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. പിതാവിനെ സംബന്ധിച്ചിടത്തോളം സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളതും വിശുദ്ധ കുർബാനയാൽ പോഷിപ്പിക്കപ്പെട്ടതുമായ ഒരു സമൂഹം. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സുവിശേഷം പ്രഖ്യാപിക്കുന്ന ഒരു മിഷനറി സഭ. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി സ്വയം സമർപ്പിച്ചിരിക്കുന്ന ഒരു സഭ. പ്രിയ സഹോദരങ്ങളെ, ജൂലൈ മാസം മലങ്കര മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാലയളവ് ആണല്ലോ. ജൂൺ മാസത്തിലെ ശ്ലീഹന്മാരുടെ നൊയമ്പ് നാം ആചരിക്കുന്നു. ആ നൊയമ്പിൻ്റെ സമാപ്തിയിൽ തെയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നാം ആഘോഷിക്കുന്നു. തുടർന്ന് ജൂലൈ 3-ാം തീയതി തോമസ് ശ്ലീഹായുടെ ദുഖ്രോന തിരുനാൾ ആഘോഷിക്കുന്നു. ജൂലൈ 1 മുതൽ 15 വരെ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ചുള്ളതായ അനുസ്മരണ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും വർദ്ധിത വിശ്വാസത്തോടുകൂടി നമ്മുടെ സഭാജീവിതത്തെ സജീവമാക്കുന്നതിനുള്ളതായ ഒരു അവസരം കൂടിയാണ്. ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ രൂപപ്പെടുന്നത് എന്ന് നമുക്കറിയാം. നവോത്ഥാന പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷകളിലൂടെ മനുഷ്യ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് പരക്കെ ശ്ലാഘിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി നാം ചിന്തിക്കേണ്ടത് നവോത്ഥാന ചിന്തയുടെ ഭാഗമായി അദ്ദേഹത്തിൽ രൂഢമൂലമായിരുന്നതായ, അദ്ദേഹത്തിൽ സജീവമായി നിറഞ്ഞു നിന്നിരുന്നതായ ഒരു സ്വത്വബോധമാണ്. ഈ സ്വത്വബോധ ചിന്ത
അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മുഴുവൻ കാലഘട്ടത്തിലും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. MA പഠനത്തിനായി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്ക് പോകുമ്പോൾ മലങ്കര സഭയുടെ സ്വത്വബോധത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മലങ്കര സഭ നെസ്തോറിയൻ സഭ ആയിരുന്നോ എന്നുള്ളതായ ഒരു ചോദ്യം, വേദസിറിയൻസ് നെസ്തോറിയൻസ് എന്ന ഒരു ചോദ്യം തൻ്റെ പ്രബന്ധത്തിൻ്റെ വിഷയമായി തിരഞ്ഞെടുക്കുകയും പ്രീ പോർച്ചുഗീസ് കാലഘട്ടങ്ങളിൽ അന്ത്യോക്യൻ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥാപിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ 1912 പിളർപ്പിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അന്ത്യോക്യൻ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ പോലും ഭാരതത്തിൻ്റെ തദ്ദേശീയ സംസ്കാരത്തിന് അനുരൂപമായ രീതിയിൽ മലങ്കര സഭയെ പടുത്തുയർത്തുവാനായിട്ട് അദ്ദേഹം നടത്തുന്നതായ ശ്രമങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ MA പഠന കാലഘട്ടം മുതൽ സഭയെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിച്ചതായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ പഠനങ്ങള്, ചിന്തകളും പ്രാർത്ഥനകളുമൊക്കെയാണ് സത്യസഭയോട് ചേരുവാനായിട്ട്, ആഗോള സഭയോട് ചേരുവാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. സഭയുടെ നവീകരണത്തെക്കുറിച്ച് ചിന്തിച്ചതായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ആ നവീകരണത്തിന്റെ ഭാഗമായി സുവിശേഷ പ്രഘോഷണത്തിലേക്കും സഭകളുടെ ഐക്യത്തിലേക്കും കടന്നു വരണമെന്ന് ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ സഭയിലുണ്ടായിട്ടുള്ളതായ പിളർപ്പ്, സഭയിലുണ്ടായിട്ടുള്ളതായ ഭിന്നത യേശുവിൻ്റെ മൗതിക ശരീരത്തിന്റെ മുറിവ് ആണ് എന്ന് തിരിച്ചറിയുകയും ആ മൗതിക ശരീരം മുറിവേറ്റതിൽ വേദനിക്കുകയും ചെയ്തതായ ഒരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ ഇത് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മെത്രാഭിഷേകാനന്തരം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിനകത്ത് ഒരു വിലാപം പോലെ അദ്ദേഹം പറയുന്നത് കേരള സഭ ഭിന്നിച്ചു നിൽക്കുന്നതിനെ കുറിച്ചുള്ളതായ ഒരു വലിയ രോധനമായിരുന്നു. ആ ഭിന്നതയുടെ നടുവിൽ നിൽക്കുമ്പോൾ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ സഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ അവരിൽ പലരും ആ ഒരു താല്പര്യത്തോടു കൂടി മുന്നിട്ടിറങ്ങാതിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തൻ്റെ സന്തത സഹചാരിയായ തെയോഫിലോസ് തിരുമേനിയും ചേർന്നുകൊണ്ട് സഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു ദർശനത്തിന്റെ അടിസ്ഥാനമായി നാം കാണുന്നത്. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോട് ഒപ്പം തന്നെ നാം ഏറ്റവും ഗൗരവമായിട്ട് ആചരിക്കുന്നതാണല്ലോ പുനരൈക്യ വാർഷിക ആഘോഷം എന്ന് പറയുന്നത്. ആ പുനരൈക്യ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് ഈ സഭയുടെ യോജിപ്പിന് വേണ്ടിയുള്ളതായ, യേശു തമ്പുരാൻ തന്നെ പിതാവുമായിട്ടുള്ളതായ ഐക്യതയിലേക്ക് എല്ലാവരും ഒന്നിച്ച് ആയിരിക്കണം എന്നുള്ളതായ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ സഭയിൽ ഐക്യം ഉണ്ടാകുവാൻ വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥനയുടെ പ്രതിഫലനമായിട്ട് സഭാഐക്യത്തിന് വേണ്ടിയുള്ളതായ അദ്ദേഹത്തിന്റെ പരിശ്രമം കൂടിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളും പുനരൈക്യ വാർഷിക ആഘോഷങ്ങളുമൊക്കെ ഇവാനിയോസ് പിതാവിന്റെ സഭാദർശനത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളതായ ഒരു അവസരമാണ്. സഭയുടെ നവീകരണത്തിന് വേണ്ടി, സഭയുടെ വിശദീകരണത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ളതായ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് സുവിശേഷ വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനെ നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. നമ്മുടെ പുനരൈക്യത്തിന്റെ ശതാബ്ദിക്ക് ഒരുങ്ങുന്നതായ അവസരത്തിൽ 96ാമത് പുനരൈക്യ വാർഷികം ചെന്നൈയിൽ നടക്കുന്നു. ആ പുനരൈക്യത്തിന്റെ ഒരുക്കം നടക്കുന്നതായ അവസരത്തിൽ തന്നെ സഭയിൽ നടക്കുന്ന നവീകരണ ശുശ്രൂഷകളെ ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. വചനവർഷം ആചരിച്ച്, ആരാധന വർഷം ആചരിച്ച് കരുണയുടെ പക്ഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ നവീകരണത്തിന് സഹായകമായിരിക്കണം. ആ ഒരു നവീകരണത്തിനോടുകൂടി യേശുവിന്റെ ഭൗതിക ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതായ ആ ഭൗതിക ശരീരത്തിലെ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. അതിനുവേണ്ടതായ കൃപയ്ക്കായിട്ട്, അനുഗ്രഹത്തിനായിട്ട് പിതാവിന്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. മലങ്കര സഭയുടെ സുവിശേഷ പ്രഘോഷണം, മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുവാനായിട്ട് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ മാധ്യസ്ഥത നമ്മെ കൂടുതൽ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഒരു പ്രേക്ഷിതനായി സുവിശേഷം പ്രഘോഷിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം, ഐക്യം, രക്ഷ എന്നീ സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറാനും വിളിക്കപ്പെട്ടവനായി ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് തന്നെ കണ്ടു. ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്ന ദൗത്യം ഓരോ ക്രിസ്ത്യാനിയെയും ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ഒരു സന്യാസ സമൂഹമെന്ന നിലയിൽ ബഥനി ആശ്രമം പിറവിയെടുത്തത്. ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ
സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനും സഭയെ നവീകരിക്കുന്നതിനും യേശുക്രിസ്തുവുമായുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിനും മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ജീവിതം സമർപ്പിച്ചു. പലപ്പോഴും ഭിന്നതയും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു ലോകത്ത് പ്രത്യാശയുടെയും അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവനുള്ള സന്ദേശവാഹകനാകാൻ സഭയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദരിദ്രർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും പ്രത്യാശ പകരുക, ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹങ്ങൾക്കിടയിൽ ക്രിസ്തീയ ഐക്യവും അനുരഞ്ജനവും സാധ്യമാക്കുക, പ്രസംഗത്തിലൂടെയും വ്യക്തിപരമായ സാക്ഷ്യത്തിലൂടെയും സുവിശേഷം അറിയിക്കുക, കാരുണ്യപൂർണമായ സേവനത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതായിരുന്നു പിതാവിൻ്റെ ലക്ഷ്യം. ക്രിസ്തുവിൻ്റെ സന്ദേശം സഭയുടെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങരുത്, മറിച്ച് സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിച്ചേരണമെന്ന് മാർ ഇവാനിയോസ് പിതാവ് ആഗ്രഹിച്ചു. വിദ്യാഭ്യാസം, അജപാലന ശുശ്രൂഷ, സാമൂഹിക സേവനം, പുനരൈക്യ പ്രസ്ഥാനം എന്നിവയിലൂടെ എല്ലാ ആളുകൾക്കും ഐക്യം, സമാധാനം എന്നിവയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദർശനം അറിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും വിശ്വസ്തയോടെ അവൻ്റെ സന്ദേശം നൽകുകയും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ പ്രേക്ഷിതനാകാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം സാക്ഷ്യം വഹിച്ചു. നമ്മുടെ കർത്താവായ യേശുമിശിഹ ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച കൽപ്പനയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഈ പ്രേക്ഷിത കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ടാണ് ശിഷ്യന്മാരും അവിടെ പിൻഗാമികളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് രക്ഷയുടെ സദ്വാർത്ത അറിയിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സാധ്യമാകുന്ന രക്ഷയെക്കുറിച്ച് ശിഷ്യന്മാർ നൽകിയ സുവിശേഷ പ്രഘോഷണം അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയും അങ്ങനെ വിശ്വാസം സ്വീകരിച്ചവർക്ക് മാമോദീസ നൽകിക്കൊണ്ട് ക്രൈസ്തവ കൂട്ടായ്മകൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം നൽകുകയും ചെയ്തു. ഇപ്രകാരം ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരുവനായ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് സുവിശേഷം സ്വീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഭാരതീയരായ നാം ഓരോരുത്തരും. ക്രിസ്താബ്ദത്തിൻ്റെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷം സ്വീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു ദൈവിക പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു പുണ്യാത്മാവാണ് ധന്യനായ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവ്. മാർത്തോമാ ശ്ലീഹ കൊളുത്തിവെച്ച സുവിശേഷ ദീപം ഭാരതം മുഴുവനും നിറയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ സുവിശേഷം എത്തിച്ചേർന്നത്. എന്നാൽ 19 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇവിടുത്തെ ക്രൈസ്തവർ ന്യൂനപക്ഷമായി നിലകൊള്ളുകയും ഈ സുവിശേഷ ദീപം തങ്ങളുടെ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഉദാസീനതയും അലസതയും ഉണ്ടായി എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. ഇത് വലിയൊരു അപരാധമായിട്ടാണ് തൻ്റെ ആത്മകഥയിൽ മാർ ഇവാനിയോസ് പിതാവ് കോറിയിടുന്നത്. കർത്താവായ യേശുക്രിസ്തു നൽകിയ പ്രേക്ഷിത കൽപ്പനയെ ഇത്ര ഗൗരവത്തോടെ എടുത്ത ആധുനിക കാലഘട്ടത്തിലെ ഒരു പ്രേക്ഷിത വര്യനായിരുന്നു ധന്യനായ മാർ ഇവാനിയോസ് പിതാവ്. മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക പാരമ്പര്യം പേറുന്ന മലങ്കര സഭ 1653 കൂനം കുരിശിന്റെ സത്യത്തെ തുടർന്ന് സാർവത്രിക സഭയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിലൂടെ അവളുടെ പ്രേക്ഷിത തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നാം മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. പരസ്പരം
വഴക്കും വക്കാണവുമായി കഴിഞ്ഞുകൂടിയ മാർത്തോമാ ക്രിസ്ത്യാനികൾ, മലങ്കര സഭയിലെ മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് ശരിയായ വണ്ണം കർത്താവിനെ പ്രഘോഷിക്കുവാനോ സുവിശേഷ സാക്ഷ്യം നൽകുവാനോ സാധിക്കാതെ പോയത് എന്തുകൊണ്ട് എന്ന് ഒരുപക്ഷെ മാർവാനിസ് പിതാവിൻ്റെ തൻ്റെ പഠനകാലഘട്ടം മുതൽ ഗൗരവമായി ചിന്തിച്ച ഒരു വിഷയമാണ്. പിതാവിൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായി ഈ പ്രേക്ഷിത നിയോഗത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യത്തിലേക്ക് മാർവാനിസ് പിതാവ് വളർന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ സഭാചരിത്രത്തെക്കുറിച്ചും സഭയുടെ നിയോഗങ്ങളെക്കുറിച്ചും ആഴമായി പഠിച്ച പിതാവിന് ബോധ്യമായ ഒരു കാര്യം, ശരിയായ അറിവും ബോധ്യവുമില്ലാത്ത വിശ്വാസിഗണത്തെ കൊണ്ട്, ഒരു സമുദായത്തെ കൊണ്ട് ഒരിക്കലും തീക്ഷ്ണമായ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവാണ് ഒരുപക്ഷെ മലങ്കര സഭയിലെ ആദ്യമായി MA അച്ഛൻ എന്നറിയപ്പെട്ട മാർവാനിസ് പിതാവ് ഈ സഭാവിഭാഗത്തിൽ നിന്ന് ധാരാളം വ്യക്തികളെ, യുവതി യുവാക്കന്മാരെ തൻ്റെ സ്വന്തം ചെലവിൽ കൽക്കത്തയിലേക്കും സറാംപൂരിലേക്കുമൊക്കെ കൊണ്ടുപോയി ഉന്നത വിദ്യാഭ്യാസം നൽകുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചത്. അങ്ങനെ ധാരാളം ചെറുപ്പക്കാർ ഉന്നത വിദ്യാഭ്യാസം, ശരിയായ അറിവ് നേടിയെടുത്തു. എന്നാൽ ഈ അറിവ് നേടിയ യുവജനങ്ങൾ വീണ്ടും തിരികെ തൻ്റെ മാതൃസഭയിലേക്ക് മടങ്ങി വരുമ്പോൾ അവർക്ക് പ്രേക്ഷിത തീക്ഷ്ണത ഉണ്ടാകുമോ എന്നുള്ളത് പിതാവിനെ ആകുലപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതനായിട്ട് മാറുന്നത് അറിവുകൊണ്ട് മാത്രമല്ല, ആഴമായ ആത്മീക ബോധ്യം കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അറിവിൽ നിന്ന് ഈ ആത്മീകമായ ശിക്ഷണത്തിലേക്കുള്ള ഒരു പരിവർത്തനം തൻ്റെ സഭയ്ക്കുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 1919 ബഥനി സന്യാസ പ്രസ്ഥാനത്തിന് അഭിമന്യ പിതാവ് സ്ഥാപിച്ചുകൊണ്ട് നേതൃത്വം നൽകുന്നത്. ബഥനി സന്യാസ പ്രസ്ഥാനം ആരംഭിക്കുന്നത് പുരുഷന്മാർക്ക് വേണ്ടി 1919 1925 സ്ത്രീകൾക്ക് വേണ്ടിയും സന്യാസ സമൂഹം സ്ഥാപിക്കുമ്പോൾ അതിനെ മിഷണറി സമൂഹമായിട്ടാണ് അഭിമന്യ പിതാവ് ഇവിടെ സ്ഥാപിക്കുന്നത്. യഥാർത്ഥ സന്യാസഭാവം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ദൈവ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവച്ച് നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പിതാവിന് ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥ പ്രേക്ഷിതനാകണമെങ്കിൽ സന്യാസത്തിൻ്റെ ഭാവം ആവശ്യമാണെന്ന് പിതാവ് തിരിച്ചറിഞ്ഞു. കാരണം കർത്താവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിൽ, മിശിഹ അനുകരണത്തിൽ ആഴപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ മിശിഹായെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു സത്യം പിതാവ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സന്യാസ ഭാവം ഉൾക്കൊള്ളുവാൻ വ്യക്തി ജീവിതത്തിലും അങ്ങനെ ഭാവം ഉൾക്കൊള്ളുന്ന ധാരാളം യുവതി യുവാക്കന്മാരെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുവാനും അവരിലൂടെ ഈ സുവിശേഷം ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രചരിപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിന് സമാന്തരമായി പിതാവിൻ്റെ ജീവിത ദർശനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സഭ മറ്റു സഭകളുമായി ബന്ധമില്ലാതെ ഏകാഗിയായി നിലകൊള്ളുകയാണെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ചൈതന്യം ചോർന്നു പോകുമെന്ന് പിതാവിന് മനസ്സിലായി. കാരണം ക്രൈസ്തവ കൂട്ടായ്മയിൽ മാത്രമേ പ്രേക്ഷിതത്തിൻ്റെ തീക്ഷ്ണത അതിൻ്റെ സമഗ്രതയിൽ അവതരിപ്പിക്കുവാനും അത് പൂർത്തീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു പ്രേക്ഷിത ദൗത്യം അത് ഫലവത്തായി തീരണമെങ്കിൽ സാർവത്രിക സഭാ കൂട്ടായ്മ അനിവാര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവും പിതാവിനുണ്ടായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പുനരൈക്യത്തിലേക്ക് പിതാവിനെ നയിച്ചത്. 1930 സെപ്റ്റംബർ 20 പുനരൈക്യം ചരിത്രപരമായി ഒരു സഭൈക്യ കൂട്ടായ്മയായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ആഴമായ ദൈവശാസ്ത്ര തലങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. സഭകളുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഒരു സുവിശേഷ പ്രഘോഷണ ദൗത്യം അതിൻ്റെ സമഗ്രതയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പിതാവ് പുനരൈക്യ പ്രസ്ഥാനത്തിലൂടെ തെളിയിച്ചു എന്നുള്ളത് ഇന്ന് ചരിത്ര സംഭവമാണ്. നമുക്കറിയാം 5 പേരിൽ നിന്ന് ആരംഭിച്ച പുനരൈക്യ പ്രസ്ഥാനം ഇന്ന് 5 ലക്ഷത്തിലധികം പേരായി ഭാരതത്തിനകത്തും പുറത്തും വളരെ വിശാലമായ ഒരു ക്രൈസ്തവ സാക്ഷ്യം നൽകുന്ന സമൂഹമായി ഇത് വളരുന്നു എങ്കിൽ അത് മലങ്കര സഭ പുനരൈക്യത്തിലൂടെ ആർജിച്ചെടുത്ത ക്രൈസ്തവ സഭാ കൂട്ടായ്മയുടെ അനന്തരഫലമാണെന്നത് ചരിത്ര സത്യമാണ്. മറ്റു സഭകളുമായുള്ള കൂട്ടായ്മയിൽ മലങ്കര സഭയെ ഉറപ്പിക്കുകയും അതിലൂടെ ആ സഭകളുടെ മിഷണറി വിഭവങ്ങൾ മലങ്കര സഭയുടെ പ്രേക്ഷിത നിയോഗത്തിന് വേണ്ടി സംലഭ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ 1930 നടന്ന പുനരൈക്യ സംഭവത്തിലൂടെ യാഥാർത്ഥ്യമായത്. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ
അതിൻ്റെ നൈയാമികമായ വളർച്ചയിൽ ഈ പ്രേക്ഷിത നിയോഗത്തിൽ എന്തുമാത്രം മുന്നോട്ട് പോയി എന്നുള്ളത് നാമും ഇതിൻ്റെ ഭാഗമായതിലൂടെ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ തെക്കൻ ഭാരതത്തിൽ ഒതുങ്ങി നിന്നിരുന്ന മലങ്കര സഭ ഇന്ന് സാർവത്രിക സഭ പോലെ എല്ലായിടത്തും അതിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ സഭയുടെ പ്രേക്ഷിത വളർച്ചയെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യമാണ്. ഇത് മാർവാനിസ് പിതാവ് നമുക്ക് പകർന്നു നൽകിയ പ്രേക്ഷിത ചൈതന്യമാണ്, പ്രേക്ഷിത ദർശനമാണ്. ആ പിതാവിൻ്റെ പ്രേക്ഷിത ദർശനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായ 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഒരു പ്രദേശത്തെ സാംസ്കാരിക അനുരൂപണം സാധ്യമാകുന്ന രീതിയിൽ ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും പരിശ്രമിക്കുമ്പോൾ രക്ഷയുടെ സുവിശേഷം അനേകർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികളായി വിവിധ പ്രദേശങ്ങളിലായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നിങ്ങളായിരിക്കുന്ന നാടിൻ്റെ സാംസ്കാരികമായ നന്മകൾ സാംശീകരിച്ചുകൊണ്ട് വേണം ക്രിസ്തീയ വിശ്വാസം ജീവിക്കുവാനും അത് പങ്കുവയ്ക്കുവാനും എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. രണ്ടാമതായിട്ട്, സുവിശേഷ ദൗത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. ഇതൊരു കൂട്ടായ്മയിൽ നടക്കേണ്ട കാര്യമാണ്. സഭാ നേതൃത്വവും സഭാ അംഗങ്ങളായ വിശ്വാസികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പങ്കുചേരണം. സഭ പോലും നമ്മളെ പഠിപ്പിക്കുന്ന മാമോദിസ സ്വീകരിച്ചവർക്കെല്ലാം ഈ പ്രേക്ഷിത നിയോഗം ഉണ്ടെന്നുള്ള. നമ്മൾ എവിടെയായിരുന്നാലും, സ്വദേശത്തായാലും വിദേശത്തായാലും, ഒറ്റയ്ക്കായാലും കൂട്ടായ്മയിലായിരുന്നാലും ക്രിസ്തുവിന് സാക്ഷി നൽകുവാൻ നമുക്ക് സാധിക്കണം. കാരണം സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരവും സവിശേഷമായ നിയോഗമാണ്. അതിന് ആരും മാറ്റി നിർത്തുന്നില്ല. അതൊരു സാർവത്രികമായ നിയോഗമാണ്. ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളും ഏറ്റെടുക്കേണ്ട പ്രേക്ഷിത നിയോഗമാണ്. നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് മാർവാനിസ് പിതാവ്. ആ ഒരു ചൈതന്യമാണ് നൽകിയത്. മാർവാനിസ് പിതാവിൻ്റെ ജീവിതത്തിൽ പിതാവ് പങ്കുവയ്ക്കുന്ന ഒരു പ്രേക്ഷിത ദർശനത്തിൻ്റെ ഒരു ചെറിയ വാക്യം ഭാരത സുവിശേഷ വൽക്കരണമാണ്. അത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ മുഴുവനും സുവിശേഷം അറിയിക്കുക എന്നുള്ളതല്ല, കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പറയുക എന്നുള്ള നിയോഗമാണ്. ആ നിയോഗം മാർവാനിസ് പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അത് നമുക്ക് പകർന്നു നൽകും. അപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഈ സുവിശേഷ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു നിയോഗം നമ്മൾ ഏറ്റെടുക്കണം. നമ്മളെല്ലാവരും മിഷണറിമാരാകാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ആഴമായ ബോധ്യം മനസ്സിൽ സൂക്ഷിക്കണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷി നൽകുവാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കുവാനുള്ള ആർജവത്വം നമ്മളെല്ലാവരും കാണിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വ്യക്തികളെ പരിവർത്തനം ചെയ്യുന്നതിനും സമൂഹത്തെ നവീകരിക്കുന്നതിനും ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ശക്തമായൊരു മാർഗമായി ധന്യൻ മാറിവാനിയോസ് പിതാവ് വിദ്യാഭ്യാസത്തെ കണക്കാക്കി. മുഴുവൻ വ്യക്തിയെയും ഭൗതികമായും ധാർമ്മികമായും ആത്മീയമായും സാമൂഹികമായും സാംസ്കാരികമായും രൂപപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. മാറിവാനിയോസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം കേവലം അറിവിൻ്റെയോ പ്രൊഫഷണൽ കഴിവുകളുടെയോ സമ്പാദനമല്ലായിരുന്നു. അത് സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതിനും വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതിനും സത്യം, നീതി, സേവനം എന്നിവയിൽ പ്രതിജ്ഞാബദ്ധരായ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ തയ്യാറാക്കുന്നതിനുമുള്ള ഒരു പ്രക്രിയയായിരുന്നു. സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിലൂടെ സ്ത്രീകളുടെ ശാക്തീകരണം, സ്വഭാവ രൂപീകരണം, ദൈവത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്ത ബോധം എന്നിവ വളർത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന് പിതാവ് വിശ്വസിച്ചു. സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ക്രിയാത്മകമായി ചിന്തിക്കുന്ന കഴിവുള്ള മൂല്യബോധമുള്ള വ്യക്തികളെ രൂപപ്പെടുത്താൻ മാറിവാനിയോസ് പിതാവിൻ്റെ വിദ്യാഭ്യാസ ദർശനം ഇന്നും സഭയെ പ്രചോദിപ്പിക്കുന്നു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ധന്യൻ ആർച്ച് ബിഷപ്പ്
ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ വിദ്യാഭ്യാസ ദർശനം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ക്രാന്തദർശിയും സഭൈക്യ പ്രവാചകനും പുണ്യചരിതനുമായ ധന്യൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് പിതാവ് കാലം കാതോർക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. സുറിയാനി ക്രിസ്ത്യാനികളുടെ കുലീനത്വം, മാവേലിക്കരയുടെ സാംസ്കാരിക ഔന്നത്യം, പണിക്കർമിണിന്റെ ശ്രേഷ്ഠമായ പൈതൃകം, ഇവയെല്ലാം മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതത്തിന് തിളക്കം കൂട്ടുന്നു. ബഹുമുഖ പ്രതിഭയായ മാർ ഇവാനിയോസ് പിതാവിന്റെ ധന്യമായ ജീവിതത്തിന്റെ ശ്രദ്ധേയമായ ഒരു മേഖലയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. ബുദ്ധിപൂർമ്മതയുള്ള വിദ്യാർത്ഥി, പ്രഗത്ഭനായ അധ്യാപകൻ, സർഗശേഷിയുള്ള ഗവേഷകൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിഷ്കാമിയായ അമരക്കാരൻ, പൊതുസമൂഹത്തിന്റെ ഉത്കർഷത ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ, ദാർശനികനായ വിദ്യാഭ്യാസ വിചക്ഷണൻ, അങ്ങനെ പിതാവിന്റെ വിദ്യാഭ്യാസ സംഭാവനകൾ നിരവധിയാണ്. വഴിയായും സത്യമായും പ്രകാശമായും മനുഷ്യന്റെ ഭാഗധേയത്വം അടയാളപ്പെടുത്തിയ നിത്യഗുരുവായ യേശുക്രിസ്തുവിനെ തന്റെ ജീവിത അന്വേഷണത്തിലൂടെ സത്യസന്ധമായി സാക്ഷ്യപ്പെടുത്തിയ ഇവാനിയോസ് പിതാവിന്റെ വിദ്യാഭ്യാസ ദർശനവും പ്രവർത്തനങ്ങളും ഉത്കൃഷ്ടങ്ങളാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ 1930 സെപ്റ്റംബർ 20 പുനരൈക്യ സംഭവത്തിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ മാർ ഇവാനിയോസ് പിതാവ് സജീവനായിരുന്നു. പുനരൈക്യത്തിന് ശേഷവും വിദ്യാഭ്യാസ മേഖലയിൽ കാര്യക്ഷമമായ പ്രവർത്തനം പിതാവ് തുടർന്നു. പള്ളികളും സ്കൂളുകളും കോളേജുകളും ആതുര സ്ഥാപനങ്ങളും കാരുണ്യ കേന്ദ്രങ്ങളും പണിതുയർത്തുവാൻ തക്ക തരത്തിൽ ദീർഘദൃഷ്ടിയോടെ നാടിന്റെ കണ്ണായ സ്ഥലങ്ങളിൽ മെച്ചപ്പെട്ട വസ്തുക്കൾ പിതാവ് വാങ്ങിച്ചു. അങ്ങനെ അന്ന് വാങ്ങിയ ഒരു സ്ഥലത്താണ് ഇന്ന് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജും +2 സ്കൂളും സെന്റ് ജോസഫ്സ് ആശുപത്രിയും നഴ്സിംഗ് കോളേജും അഞ്ചൽ ദേവാലയവും ഒക്കെ നിലകൊള്ളുന്നത്. ഞാൻ കണ്ണായ സ്ഥലങ്ങൾ വാങ്ങുകയാണ്, പിന്നീട് അവ കിട്ടിയെന്ന് വരികയില്ല. എന്റെ പിൻഗാമികൾ അവ ശരിയായി ഉപയോഗിച്ചുകൊള്ളുമെന്ന് പിതാവ് ദീർഘദർശനം പോലെ പറയുമായിരുന്നു. ഭദ്രാസനത്തിന്റെ വിവിധ ഭൂപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് പിതാവ് ശ്രദ്ധിച്ചു. നീതിപൂർവമായ ഒരു വിതരണക്രമം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ പിതാവ് ശ്രദ്ധിച്ചു. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിതാവ് സ്ഥാപിച്ചു. അവികസിത മേഖലകളിൽ വിദ്യാഭ്യാസത്തിലൂടെ വികസനത്തിനും വിമോചനത്തിനും പിതാവ് പരിശ്രമിച്ചു. മതസൗഹാർദ്ദത്തിന്റെ ഐക്യകണ്ണിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിതാവ് കണ്ടു. വിവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് നയിക്കാൻ ബുദ്ധിമുട്ടിയ വിവിധ സാമുദായിക മാനേജ്മെന്റും വ്യക്തികളും പിതാവിനെ സമീപിച്ചപ്പോൾ ലാഭനഷ്ട കണക്കുകൾ നോക്കാതെ ആ സ്ഥാപനം ഏറ്റെടുത്ത് വികസന വഴികളിൽ കൈകോർക്കുവാൻ പിതാവ് ശ്രദ്ധിച്ചു. ക്രിസ്തുമത വിശ്വാസികൾ വിരളമായ പ്രദേശങ്ങളിലും സാഹസികമാം വിധം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ പിതാവ് സന്നദ്ധനായി. കേരളത്തിന്റെ വികസന കുതിപ്പിന് വലിയ സംഭാവനകൾ നൽകുന്ന തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ വിവിധ സമുദായത്തിൽപ്പെട്ട അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുവാൻ പിതാവ് താല്പര്യം കാണിച്ചു. മറ്റ് മാനദണ്ഡങ്ങൾ അവഗണിക്കാതെ തന്നെ വിദ്യാഭ്യാസ ഗുണനിലവാരവും മൂല്യങ്ങളും മുൻഗണനാ ക്രമത്തിൽ പിതാവ് ശ്രദ്ധിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച അനേകം വിദ്യാർത്ഥികൾക്ക് അവരുടെ ദൈവവിശ്വാസമോ മതപരിഗണനയോ നോക്കാതെ പിതാവ് പ്രവേശനം നൽകി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും
ഭരണാധികാരികൾ തടസ്സം സൃഷ്ടിച്ച അവസരങ്ങൾ വന്നപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങളുടെ പരിരക്ഷണത്തിനും സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനുമായി ധീരമായ നിലപാട് പിതാവ് സ്വീകരിച്ചു. രാജ്യ പുരോഗതിക്കും സമൂഹത്തിന്റെ വളർച്ചയ്ക്കുമായി കാലാകാലങ്ങളിലെ ഭരണാധികാരികൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹൃദയപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുവാനും തന്റെ സ്ഥാപനങ്ങളിൽ അവ ഫലപ്രദമായി നടപ്പിലാക്കുവാനും പിതാവ് ശ്രദ്ധിച്ചിരുന്നു. രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള കുതിപ്പിന് സഹായകമായ വിദ്യാഭ്യാസ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വിദഗ്ധരുമായി ബന്ധപ്പെടുവാനും ഭരണാധികാരികളെ തക്ക സമയത്ത് അവ ബോധ്യപ്പെടുത്തുന്നതിനും പിതാവ് ശ്രദ്ധിച്ചു. ഭാരതത്തിന്റെ ഉള്ളിലും വിദേശത്തും ഔദ്യോഗിക യാത്രകൾ നടത്തിയപ്പോൾ പ്രശസ്തങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കുവാനും പ്രഗത്ഭരായ വിദ്യാഭ്യാസ പണ്ഡിതരുമായി ആശയവിനിമയം നടത്തുവാനും പിതാവ് സമയം കണ്ടെത്തി. വിദ്യാഭ്യാസ വിദഗ്ധരുമായുള്ള ആശയ കൈമാറ്റത്തിലൂടെ ലഭിക്കുന്ന നവീന ചിന്തകൾ വരും തലമുറയ്ക്ക് ഉപകരിക്കുന്ന തരത്തിൽ തന്റെ സ്ഥാപനങ്ങളിലൂടെ പ്രാവർത്തികമാക്കുവാൻ പിതാവ് ശ്രദ്ധിച്ചു. പട്ടം സെന്റ് അലോഷ്യസ് മൈനസ് സെമിനറി വൈദ്യ വിദ്യാർത്ഥികളെ സുറിയാനി ഭാഷ പഠിപ്പിച്ചിരുന്നത് പിതാവായിരുന്നു. സുറിയാനി എഴുതുക, വായിക്കുക, ഭാഷാന്തരം ചെയ്യുക, സുറിയാനി വ്യാകരണം പഠിപ്പിക്കുക, ഇവയൊക്കെയായിരുന്നു പിതാവിന്റെ അഭ്യസന രീതി. പിതാവ് എഴുതി തയ്യാറാക്കിയ സുറിയാനി വ്യാകരണ പുസ്തകമായിരുന്നു പാഠ്യപുസ്തകം. ഈ പുസ്തകം തന്നെ പിൽക്കാലത്ത് കേരള സർവകലാശാലയുടെ ഔദ്യോഗിക സുറിയാനി ഭാഷാ പഠന പുസ്തകമായി അംഗീകരിക്കപ്പെട്ടു. ഗുരുകുല ശൈലിയിലായിരുന്നു പിതാവ് പഠിപ്പിച്ചിരുന്നത്. ഔദ്യോഗിക ജോലി തിരക്കുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈദ്യ വിദ്യാർത്ഥികളെ വിളിച്ച് അരികിലിരുത്തി പഠിപ്പിച്ചിരുന്നു. ദീർഘനേരം പഠിപ്പിക്കുവാനും വിരസതയില്ലാതെ പഠിപ്പിക്കുവാനും പിതാവിന് കഴിഞ്ഞിരുന്നു. സുറിയാനി ഭാഷ കൂടാതെ സഭാചരിത്രവും പിതാവ് പഠിപ്പിച്ചിരുന്നു. കേരള സർവകലാശാലകളിൽ ക്രിസ്ത്യൻ ചെയർ തുടങ്ങുവാനും പൗരസ്ത്യ ഭാഷകൾ പഠിപ്പിക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ ത്വരിതപ്പെടുത്തുവാനും പിതാവിന്റെ വ്യക്തിപ്രാഭവം കൊണ്ട് സാധിച്ചു. സുറിയാനി ഭാഷയ്ക്ക് വ്യാകരണ പുസ്തകം തയ്യാറാക്കുന്നതിനും പാഠ്യക്രമങ്ങൾ തയ്യാറാക്കുന്ന സർവകലാശാല സമിതികളിൽ അംഗത്വം ലഭിക്കുന്നതിനും പിതാവിന് അവസരം ലഭിച്ചു. പിതാവിന്റെ ശ്രേഷ്ഠ ആചാര്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ, അതായത് 1930-നും 1953-നും ഇടയ്ക്കുള്ള കാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ 2 പ്രധാന പരിഷ്കാരങ്ങൾ ഭരണാധികാരികൾ കൊണ്ടുവന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ആവിഷ്കരിച്ച പ്രൈമറി സ്കൂൾ ദേശസാൽക്കരണ പദ്ധതിയും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോൻ ആവിഷ്കരിച്ച സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയുമായിരുന്നു അവ. പിതാവിന്റെ ബുദ്ധികൂർമ്മതയും ദൃഢചിത്തതയും സ്ഥിര പരിശ്രമവും മൂലം 2 പദ്ധതികളെയും ശക്തിയുക്തം എതിർക്കുകയും ആത്യന്തിക വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യന്റെ വികസനവും വിമോചനവും ലക്ഷ്യം കണ്ട പിതാവ് ക്രൈസ്തവ മൂല്യങ്ങൾ വിദ്യാഭ്യാസ പരിശീലന പ്രക്രിയയിൽ സമന്വയിപ്പിച്ചു. തിരുവനന്തപുരം അതിപത്ര അധ്യക്ഷനായും മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷനായും 22 വർഷങ്ങൾ പിതാവ് തന്റെ ശ്രേഷ്ഠ ആചാര്യ ശുശ്രൂഷ നിർവഹിച്ചു. ഈ കാലയളവിൽ 78 LP സ്കൂളുകള്, 18 UP സ്കൂളുകള്, 15 ഹൈസ്കൂളുകള്, 2 ട്രെയിനിങ് സ്കൂളുകള്, 1 കോളേജ് എന്നിവ സ്ഥാപിച്ചു. ഉന്നത ഗുണനിലവാരവും കർശനമായ അച്ചടക്കവും വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷവും ഈ സ്കൂളുകളുടെ സവിശേഷതയായിരുന്നു. അവിഭക്ത തിരുവനന്തപുര അതിരൂപതയുടെ പരിമിതമായ സാമ്പത്തിക ഭദ്രതയിലും ശുഷ്കമായ ആൾബലത്തിൽ നിന്നുമാണ് സ്ഥാപനങ്ങളുടെ തുടക്കത്തിനും മുമ്പോട്ടുള്ള വളർച്ചയ്ക്കും ആവശ്യമായ അടിസ്ഥാന സംവിധാനങ്ങൾ പിതാവ് ക്രമീകരിച്ചത്. അതോടൊപ്പം പ്രബല സമുദായങ്ങളിൽ നിന്നുള്ള എതിർപ്പ് പിതാവിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു. എന്നാൽ ദിശാബോധം, ഇച്ഛാശക്തി, അസാമാന്യമായ ധീരത,
തീവ്രമായ ദൈവാശ്രയം എന്നിവ പിതാവിനെ മുമ്പോട്ട് നയിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ പ്രശസ്തിയോടെ നിൽക്കുന്ന നാലഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാലയങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിതാവിന്റെ വിദ്യാഭ്യാസ ദർശനത്തിനും കാര്യക്ഷമതയ്ക്കും വലിയ തെളിവായി നിൽക്കുന്നു. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന് ദിശാബോധം നൽകിയ മഹാരഥനാണ് മാർ ഇവാനിയോസ് പിതാവ്. സഫലമായ തന്റെ ജീവിതത്തിൽ MD സെമിനാരി സ്കൂൾ പ്രിൻസിപ്പൽ, സെറാംപൂർ കോളേജ് പ്രൊഫസർ, MSc സ്കൂൾ മാനേജർ, കലാലയങ്ങളുടെ മേലധികാരി, സർവകലാശാലകളുടെ പാഠ്യപദ്ധതി പരിഷ്കരണ സമിതിയുടെ അംഗം, പാഠപുസ്തക രചയിതാവ് എന്നീ വൈവിധ്യങ്ങളായ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ പിതാവ് കർമ്മനിരതനായിരുന്നു. ഗുണനിലവാരമുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് തന്റെ കർമ്മശേഷിയെയും നേതൃത്വ പാഠവത്തെയും ഇച്ഛാശക്തിയെയും പിതാവ് ഉദാരമായി സമർപ്പിച്ചു. ദൈവികതയിൽ ഊന്നിയ മാനവീയതയ്ക്ക് ഊടും ഭാവം നൽകുന്ന വിദ്യാഭ്യാസ സമീപനമായിരുന്നു പിതാവിൻ്റേത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിമോചന മാർഗമായി വിദ്യാഭ്യാസത്തെ പിതാവ് മനസ്സിലാക്കി. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി പിതാവ് നിതാന്ത ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. തലമുറകൾക്ക് അറിവിന്റെയും ആത്മബോധത്തിന്റെയും വെളിച്ചം പകർന്നു നൽകുവാൻ കാലം കാത്തുവെച്ച വിളക്കുമരമായി മാർ ഇവാനിയോസ് പിതാവ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ. ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതവും ദർശനവും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ ഒമാനിലെ മലങ്കര മക്കൾ MCYM യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കുന്ന മാർ ഇവാനിയോസ് ദർശന ഓൺലൈൻ കർമ്മപരിപാടിക്ക് അനുഗ്രഹാശംസകളും അഭിനന്ദനവും നേരുന്നു. ഇതിന്റെ സാക്ഷാത്കാരത്തിനായി അധ്വാനിച്ചവരെയും സഹകാരികളെയും നേതൃത്വം നൽകിയവരെയും പങ്കാളികളെയും സർവശക്തനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് കൂദാശകളെ യേശുക്രിസ്തുവുമായുള്ള ജീവനുള്ള കണ്ടുമുട്ടലുകളായും ദൈവകൃപ മനുഷ്യരാശിയിലേക്ക് പകരുന്ന പ്രാഥമിക മാർഗമായും വീക്ഷിച്ചു. മലങ്കര സഭയുടെ ആരാധനാക്രമപരവും ആത്മീയവുമായ പാരമ്പര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൗദാശിക ദർശനം ആഴത്തിൽ വേരൂന്നിയതും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ളതുമായിരുന്നു. മാർ ഇവാനിയോസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം കൂദാശകൾ കേവലം പവിത്രമായ ആചാരങ്ങൾ മാത്രമല്ല, വിശ്വാസികളെ ക്രിസ്തുവുമായി ഒന്നിപ്പിക്കുകയും സഭയെ ശക്തിപ്പെടുത്തുകയും വിശ്വാസികളെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിവർത്തനാത്മക രഹസ്യങ്ങളായിരുന്നു. ക്രിസ്തീയ ആരാധനയുടെയും സാമൂഹിക ജീവിതത്തിൻ്റെയും ഹൃദയമായി അദ്ദേഹം വിശുദ്ധ കുർബാനയെ കണ്ടിരുന്നു. ദൈവത്തിൻ്റെ അദൃശ്യ കൃപയുടെ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. ഓരോ കൂദാശ ആഘോഷത്തിലൂടെയും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയും ആത്മീയ നവീകരണവും വിശുദ്ധീകരണവും സാധ്യമാകുന്നു. ഊർജ്ജസ്വലമായൊരു കൂദാശ ജീവിതം വ്യക്തികളെയും കുടുംബങ്ങളെയും മുഴുവൻ സഭയെയും നവീകരിക്കുമെന്ന് മാർ ഇവാനിയോസ് പിതാവ് വിശ്വസിച്ചു. കൂദാശകളിൽ നിന്നും ലഭിക്കുന്ന കൃപയിലൂടെ ലോകത്തിലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും സേവനത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷികളാകുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ആരാധനാക്രമത്തിൽ സജീവമായി പങ്കെടുക്കാനും സഭയുടെ പവിത്ര രഹസ്യങ്ങളെ വിലമതിക്കാനും ദൈവകൃപയാൽ രൂപാന്തരപ്പെട്ട ഒരു ജീവിതം നയിക്കാനും ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ കൗദാശിക ദർശനങ്ങൾ നമ്മെ പ്രാപ്തരാക്കട്ടെ. ഒമാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സമൂഹത്തിലെ ആത്മനിറവുള്ള MCYM കർമ്മ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കുന്ന
വിസിയോ മാറിവാനിയോസ് എന്ന ഒരു ഡോക്യുമെന്ററിയിൽ ധന്യൻ മാറിവാനിയോസ് പിതാവിന്റെ കൗദാശിക ദർശനം എന്ന വിഷയം ആസ്പദമാക്കി സംസാരിക്കാൻ സാധിക്കുന്നത് ഒരു ദൈവാനുഗ്രഹമായി കരുതുകയാണ്. 1882 സെപ്റ്റംബർ 21 ജനിച്ച് 1953 ജൂലൈ 15 സ്വർഗപ്രവേശം നേടി ഇന്നും സ്വർഗത്തിലായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യപിതാവ് ഇന്ന് നമ്മുടെയൊക്കെ മനസ്സുകളിൽ മായാത്ത ഓർമ്മകളായി നിലനിൽക്കുകയാണ്. ബാല്യകാലം മുതൽ തന്റെ കുടുംബത്തിൽ അടിസ്ഥാനമിട്ട ആത്മീയ ജീവിതം അനുദിനം വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും കൂദാശകളുമാകുന്ന ജലവും പോഷകവും നൽകി പുഷ്ടിപ്പെടുത്തിക്കൊണ്ടുവന്ന പുണ്യപിതാവ് 1900 ഷമ്മാശപ്പട്ടം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, എനിക്ക് ആത്മീയ ജന്മം നൽകിയ സമുദായത്തിനും സഭാഗാത്രത്തിനുമായി എന്റെ ശിഷ്ട ജന്മം ഞാൻ സമർപ്പിക്കുമെന്ന്. അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതം ഈ പ്രതിജ്ഞയുടെ നിറവേറലായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. PT ഗീവർഗീസ് ഷമ്മാശൻ സതീർത്ഥ്യരായ ഷമ്മാശന്മാരെ ചേർത്ത് മിഷണറി സംഘം രൂപീകരിക്കുകയും അവരോടൊന്നിച്ച് വേദപുസ്തക സംബന്ധമായും ആരാധനാക്രമപരമായും സഭാപരമായുമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വന്നു. MD ഹൈസ്കൂളിന്റെ ഭരണ നേതൃത്വം വഹിക്കുന്നതോടൊപ്പം പ്രസംഗങ്ങൾ വഴി ആത്മീയ മേഖലയിൽ ശ്രദ്ധിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കൂദാശകളെക്കുറിച്ച് ആഴത്തിലുള്ള പ്രസംഗങ്ങളും ആത്മീയ ശുശ്രൂഷകളും നടത്തി വിശ്വാസികളെ കൂദാശകളുടെ പ്രാധാന്യത്തിലേക്കും സജീവമായ സഭാജീവിതത്തിലേക്കും നയിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. അദ്ദേഹം കൂദാശകളെ വെറും ആചാരങ്ങളായോ ചടങ്ങുകളായോ അല്ല കണ്ടിരുന്നത്, മറിച്ച് മിശിഹായുമായുള്ള ഗാഢബന്ധത്തിൽ നിന്നും വിശ്വാസിക്ക് ലഭിക്കുന്ന കൃപയുടെ നീർച്ചാലായിട്ടാണ് അതിനെ കാണുന്നത്. നാം മിശിഹായുമായുള്ള ഈ ബന്ധം സ്ഥാപിക്കുന്നത് മിശിഹായുടെ മൗതിക ശരീരമാകുന്ന ക്രിസ്തീയ സഭാ കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ടാണ്. ഇത് വെറും അഭിപ്രായ പ്രകാരമോ ഇമാജിനേഷൻ വഴിയോ മിശിഹായെ നാം നമ്മിലേക്ക് സ്വീകരിക്കാം എന്ന് വിചാരിച്ചാൽ മതിയാവുന്ന കാര്യമല്ല. മറിച്ച് നാം ആത്മീയമായും ശാരീരികമായും നമ്മുടെ മിശിഹായുടെ ആത്മാവിനെയും ശരീരത്തെയും സ്വീകരിക്കണം. മിശിഹ മൂലമാണ് രക്ഷ എന്നുള്ളതിനാൽ ആത്മീയവും ശാരീരികവുമായുള്ള വിധത്തിൽ, അതായത് പ്രത്യക്ഷമായും പരോക്ഷമായും മിശിഹായെ നമ്മിലേക്ക് സ്വീകരിക്കുന്നതിനായി മിശിഹ തന്നെ കൽപ്പിച്ചു തന്നിട്ടുള്ള മാർഗമാണ് കൂദാശകൾ. ഈ സഭയിലേക്കുള്ള പ്രവേശനമായി മാമോദീസായെ കാണുകയാണെങ്കിൽ മിശിഹായുടെ ശരീരത്തോടും ആത്മാവോടും കൂടെ നമ്മുടെ ആത്മാവും ശരീരവും യോജിക്കുന്നതിനായി മിശിഹ തന്നെ നിശ്ചയിച്ചു തന്നിട്ടുള്ള വിശുദ്ധ കുർബാന ആത്മാവിന്റെ കുളിയും ഊണുമായിട്ടാണ് വിശുദ്ധ കുമ്പസാരത്തെയും വിശുദ്ധ കുർബാനയെയും അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പിതാവിന്റെ ചിന്തകളെ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. ഒന്നാമതായി, കൂദാശകൾ കൃപയുടെ ഉറവിടമാണ്. കൂദാശകളിലൂടെ ദൈവം മനുഷ്യനെ വിശുദ്ധീകരിക്കുകയും ആത്മീയമായി വളർത്തുകയും ചെയ്യുന്നു. ഇത് വെറും പ്രതീകമല്ല, ക്രിസ്തുവിന്റെ സാന്നിധ്യവും കൃപയും യഥാർത്ഥമായി അനുഭവിക്കുന്ന ദൈവീക പ്രവർത്തനങ്ങളാണ്. രണ്ടാമതായി, ഓരോ കൂദാശയും വിശ്വാസിയെ ക്രിസ്തുവുമായി കൂടുതൽ ആഴത്തിൽ ഐക്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രവും ഉച്ചകോടിയുമായി മാറിവാനിയോസ് പിതാവ് അവതരിപ്പിക്കുന്നു. മൂന്നാമതായി, കൂദാശകൾ വ്യക്തിപരമായ ഭക്തിക്ക് മാത്രമല്ല, സഭാ സമൂഹത്തെ ഒന്നിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ശക്തിയായി കൂടി അദ്ദേഹം കാണുന്നു. സഭയുടെ ആരാധനയും ദൗത്യവും കൂദാശ ജീവിതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഓരോ കൂദാശ സ്വീകരണം ഒരു ചടങ്ങ് പൂർത്തിയാക്കലല്ല, പിന്നെയോ ഓരോ കൂദാശയും വിശ്വാസിയുടെ ജീവിതത്തിൽ വിശുദ്ധിയും സ്നേഹവും സേവനവും വളർത്തുന്ന പരിവർത്തന അനുഭവത്തിലേക്ക് നയിക്കുന്നതാകണം. പ്രായോഗിക തലത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവന്നാൽ ഇപ്രകാരം കാണാൻ കഴിയും. മലങ്കര സഭയുടെ ആരാധനാ പാരമ്പര്യവും ലിറ്റർജിയും കൂദാശ ജീവിതവും സംരക്ഷിക്കാനും നവീകരിക്കുവാനും ഇവാനിയോസ് പിതാവ് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാരണം ആരാധനയിലുള്ള സജീവ പങ്കാളിത്തം
വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ദർശനത്തിൽ കൂദാശകൾ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ദൈവീക വാതിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവയിലൂടെ ദൈവകൃപ വിശ്വാസിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും സഭയെ ജീവനുള്ള സമൂഹമാക്കുകയും ചെയ്യുന്നു. ഈ കൂദാശ കേന്ദ്രീകൃതമായ ആത്മീയതയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും ശുശ്രൂഷകളിലും പ്രതിഫലിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ കൂദാശ ഷമ്മാശൻ എന്ന് വിളിച്ചു പോരുന്നത്. പ്രിയ സഹോദരങ്ങളെ, സഭാജീവിതവും ആധ്യാത്മികതയുമെല്ലാം ആരാധന കേന്ദ്രീകൃതമാണെന്ന അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിൽക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത മഹവ്യക്തിയായ മാറിവാനിയോസ് പിതാവിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. സഭയുടെ ആരാധനാ ജീവിതത്തിൽ കൂദാശകൾക്കുള്ള പങ്കും കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാനയുടെ കേന്ദ്രീയ സ്ഥാനവും പിതാവ് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പിതാവിന്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിത വഴികളില് ദീപമാകട്ടെ. സമയം കിട്ടുമ്പോഴെല്ലാം മറ്റുള്ളവരെ ദൈവസാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുവാനും ആത്മാക്കളെ നേടിയെടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവിക കാര്യങ്ങൾക്കും ശുശ്രൂഷകൾക്കും നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം നൽകാം. ഒമാനിലെ MCYM സുഹൃത്തുക്കൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ഈ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി മാറട്ടെ. അനേക ആത്മാക്കളെ നേടിയെടുക്കുവാൻ നിങ്ങളുടെ ജീവിതം തമ്പുരാൻ എടുത്ത് ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പുണ്യപിതാവിന്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തില് കോട്ടയായിരിക്കട്ടെ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2007 ജൂലൈ 14 മാറിവാനിയോസ് പിതാവിനെ ദൈവദാസനായി മലങ്കര സഭയുടെ തലവനും പിതാവുമായ മോറോൻ മോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ പ്രഖ്യാപിക്കുകയും 2024 മാർച്ച് 14 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവദാസൻ മാറിവാനിയോസ് പിതാവിനെ ധന്യനായി ഉയർത്തുകയും ചെയ്തു. പടർന്നു പന്തലിച്ച് പൂവണിഞ്ഞ് ലോകമെങ്ങും സൗരഭ്യം പരത്തുന്ന ആ പരിശുദ്ധ പിതാവ് ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് തൻ്റെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പുണ്യപിതാവിൻ്റെ ആത്മാവിന് കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. മലങ്കരയുടെ പരിശുദ്ധ പുണ്യപിതാവേ, മലങ്കര മക്കളുടെ കാവൽ പിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ശാന്തി സമാധാനം ഞങ്ങൾക്കുണ്ടാകുവാൻ സ്വർഗത്തിൽ എന്നെന്നും പ്രാർത്ഥിച്ചിടണമേ.